വിലക്കപ്പെട്ട പ്രണയം ഭാഗം 50. മുന്നിൽ നിൽക്കുന്നവർ ആമിയെയും അവൾക്ക് പിന്നിലായി നിൽക്കുന്ന എബിയെയും മാറി മാറി നോക്കുന്നുണ്ട്. പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത ആളുകളെ മുന്നിൽ കണ്ട ഞെട്ടലും താൻ ഓടിവന്ന് അവരുടെ മുന്നിൽ പെട്ടുപോയ ഒരു ചടപ്പുമൊക്കെ രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. ഹായ് ഋഷി, അകത്തേക്കിരിക്കെ. മുന്നിലുള്ള ആമിയെ പതിയെ ഷോൾഡറിൽ പിടിച്ച് ഒന്ന് നീക്കി നിർത്തിക്കൊണ്ട് എബി പറഞ്ഞതും ഋഷി അവനെ നോക്കി ഒന്ന് ചിരിച്ചു എന്ന് വരുത്തി. എല്ലാവരും അകത്തേക്ക് വാ ഋഷി, അമ്മ, എല്ലാവരും അകത്തേക്കിരിക്കെ. പക്ഷേ അപ്പോഴും ഋഷിയും ലതാമ്മയും ഋഷിയുടെ ഭാര്യയും ഒക്കെ രണ്ടുപേരെയും മാറി മാറി നോക്കുകയായിരുന്നു. രണ്ടുപേരെയും ഒരുപോലെ ഒന്ന് ഗൗരവത്തിൽ നോക്കിക്കൊണ്ടാണ് എല്ലാവരും അകത്തേക്കിരുന്നത്. ആമി ആകെ വല്ലാത്തൊരവസ്ഥയിൽ പെട്ടുപോയതുപോലെ ആയിരുന്നു. പെട്ടെന്ന് അപ്രതീക്ഷിതമായി താൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാതിരുന്ന കുറച്ചു പേര് തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. നിന്നിടത്ത് നിന്ന് അനങ്ങാതെ ആമി അങ്ങനെ തന്നെ നിന്നുപോയി. ശിവ, കം. എബി അവളുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് കയറ്റാൻ ശ്രമിച്ചപ്പോൾ ആമി കണ്ണുകൾ ഉയർത്തി അവനെ ഒന്ന് നോക്കി. ആ കണ്ണുകളിൽ നിസ്സഹായത മാത്രമാണെന്ന് തോന്നിപ്പോയി എബിക്ക്. എബി അവളെ നോക്കി ഒന്നുമില്ല എന്ന രീതിയിൽ കണ്ണടച്ചു കാണിച്ചു. എബിയുടെ കൂടെ ആമിയും അകത്തേക്ക് കയറി. ആമി അങ്ങനെ തന്നെ അകത്തേക്ക് കയറിയതിനു ശേഷം അടുക്കളയിലേക്കാണ് കയറിപ്പോയത്. അവൾക്ക് അവരെ ഫേസ് ചെയ്യാൻ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവർക്കുള്ള വെള്ളം ഉണ്ടാക്കുന്നു എന്ന വ്യാജേനയാണ് അവൾ അടുക്കളയിൽ നിന്നത്. എങ്കിലും അതുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷവും അവരെ നോക്കാനുള്ള ഒരു ജാള്യത കൊണ്ട് അവൾ അവിടെ തന്നെ നിന്നു. അവരുടെ മുന്നിലേക്ക് എങ്ങനെ പോകുമെന്നുള്ളൊരു ചിന്തയായിരുന്നു അവളുടെ ഉള്ളിൽ അന്നേരം അത്രയും. ശിവ. കുറച്ചു സമയം കഴിഞ്ഞതും അവൾ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ലെന്ന് കണ്ടതും എബി തന്നെ അടുക്കളയിലേക്ക് വന്ന് അവളെ പതിയെയുള്ള സ്വരത്തിൽ വിളിച്ചു. അവരൊക്കെ തന്നെ കാണാൻ വേണ്ടി വന്നതാണ്. താൻ എന്താ ഇങ്ങനെ അടുക്കളയിൽ കയറി ഒളിച്ചിരിക്കുന്നത്? അവളെ കൂളാക്കാൻ എന്നോണം ശാന്തമായ ശബ്ദത്തിലാണ് എബി അവളോട് സംസാരിക്കുന്നതെല്ലാം. പക്ഷേ അവളുടെ മുഖമാകെ ടെൻഷൻ നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ എങ്ങനെയാ അവരുടെ മുന്നിൽ പോയി ഇങ്ങനെ നിൽക്കുന്നത്? അവളുടെ സംസാരത്തിൽ നിന്ന് തന്നെ ഋഷിയുടെയും ലതാമ്മയുടെയും ഒക്കെ മുന്നിൽ പോയി നിൽക്കാൻ അവൾക്ക് ധൈര്യമില്ലാത്തതുപോലെയാണ് അവന് തോന്നിയത്. താനിങ്ങനെ മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. എത്ര നാളാണ് ഇതിങ്ങനെ തന്നെ കൊണ്ടുപോകുന്നത്? വന്നേ, ഇന്നിതെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് തന്നെ കാര്യം. താനിങ്ങനെ മാറി നിൽക്കാതെ എൻ്റെ കൂടെ അങ്ങോട്ടേക്ക് വരാൻ നോക്ക്. അവളുടെ കയ്യിൽ നിന്ന് ജ്യൂസ് ഉണ്ടാക്കിയിരിക്കുന്ന ട്രേ കയ്യിലേക്ക് വാങ്ങി എബി അവളുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. ആമി വരുന്നത് കണ്ടപ്പോൾ തന്നെ അവിടെ ഇരുന്നിരുന്ന എല്ലാവരുടെയും നോട്ടം അവളുടെ നേർക്ക് വന്നു. എബി തന്നെ എല്ലാവർക്കുമുള്ള ജ്യൂസൊക്കെ അവരുടെ കൈകളിലേക്ക് കൊടുത്തു. കുറച്ചു സമയം ആരും ഒന്നും സംസാരിക്കാതെ നിശബ്ദമായി കടന്നുപോയി. എബി എന്തിനാ ഞങ്ങളോട് എല്ലാവരോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞതെന്ന് പറഞ്ഞില്ല. ഋഷി സംസാരത്തിന് തുടക്കം എന്നോണം അവനോട് ചോദിച്ചു. ഞാൻ എന്തിനാ നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതെന്നും ഇപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത് എന്തിനാണെന്നൊക്കെ എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാ ഈ അഭിനയം? ശാന്തമായ ശബ്ദത്തിലായിരുന്നു എബി അത് ചോദിച്ചത്. ഒരു നിമിഷം അവൻ്റെ ചോദ്യത്തിൽ വീണ്ടും അവിടെ നിശബ്ദത തിങ്ങി നിറഞ്ഞു. ഞാൻ ശിവാമിയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചു വരുത്തിയത്. ആരും പരസ്പരം സംസാരിക്കുന്നില്ല എന്ന് കണ്ടതും എബി തന്നെ വീണ്ടും പറഞ്ഞു. ഞങ്ങൾക്കൊന്നും പറയാനില്ല. അല്ലെങ്കിലും ഞങ്ങളാരും പറയുന്നത് കേൾക്കാനും അനുസരിക്കാനും പറ്റാതെ ഇറങ്ങിപ്പോയതല്ലേ? എബി പറഞ്ഞു നിർത്തിയപ്പോൾ തന്നെ ഋഷി അതിനെതിരെ അല്പം ചൂടായി തന്നെ പറഞ്ഞു. ഋഷി, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം വീണ്ടും വലുതാക്കാൻ വേണ്ടിയല്ല നമ്മൾ ഇന്നിവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. തെറ്റുപറ്റാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ അത് ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുമ്പോഴാണ് നമ്മൾ ശരിക്കുള്ളൊരു മനുഷ്യനാകുന്നത്. എബി പറഞ്ഞതും ഋഷി കണ്ണുകൾ ഉയർത്തി അവനെ ഒന്ന് നോക്കി. എന്ത് കാര്യവും വാക്കുകൾ കൊണ്ട് പറയാൻ എളുപ്പമാണ് എബി, പക്ഷേ അത് പ്രവൃത്തിയിലാക്കാനാണ് പാട്. ഋഷി പറഞ്ഞതും അതിനെതിരെ പറയാനൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ എബി അത് സമ്മതിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ശിവാമിക്ക് ഇപ്പോൾ സ്വന്തമൊന്നും ബന്ധമൊന്നും പറയാൻ ആകെയുള്ളത് നിങ്ങളാണ്. അപ്പോൾ ആ നിങ്ങൾ തന്നെ ഇങ്ങനെ അകന്നിരിക്കുന്നത് ശരിയല്ല. അങ്ങനെ തോന്നിയത് കൊണ്ടാണ് ഞാൻ തന്നെ ഇടപെട്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാമെന്ന് കരുതി ഇപ്പോൾ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. എബി അങ്ങനെ പറഞ്ഞു നിർത്തിക്കൊണ്ട് തൻ്റെ പിന്നിലായി നിൽക്കുന്ന ആമിയെ ഒന്ന് നോക്കി. ഇവിടെ നടക്കുന്നതെല്ലാം അവൾ കേൾക്കുന്നുണ്ടെങ്കിലും ഏതോ ലോകത്തെന്നതുപോലെ നിൽക്കുകയാണ് അവൾ. ഇപ്പോഴും ഇവിടെ ഇങ്ങനെ എല്ലാവരെയും അടുത്ത് കണ്ടതിൻ്റെ ഞെട്ടലിൽ നിന്ന് അവൾ ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. ശിവാമി, ഇവർ പറയുന്നതൊക്കെ താൻ കേൾക്കുന്നുണ്ടോ? എബി വിളിച്ചതും ഞെട്ടലോടെയാണ് ഒന്ന് കണ്ണു ചിമ്മിക്കൊണ്ട് ആമി അവനെ നോക്കിയത്. ശേഷം പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടെന്ന രീതിയിൽ അവൾ അവനെ നോക്കി തലയാട്ടി കാണിച്ചു. തനിക്ക് ഇവരോടൊന്നും ഒന്നും സംസാരിക്കാനില്ലേ? എബി ചോദിച്ചതും ഒരു നിമിഷം അവളുടെ കണ്ണുകൾ അവിടെ ഇരിക്കുന്ന എല്ലാവരിലേക്കും ഒന്ന് പരതി. അവളുടെ കണ്ണുകൾ ആദ്യം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ലതാമ്മയിൽ തന്നെയായിരുന്നു. ഒരു നിമിഷം അവൾ പരിസരം പോലും മറന്ന് അവരെ തന്നെ നോക്കി നിന്ന് പോയി. തന്നെ നോക്കി നിൽക്കുന്ന ആമിയെ കണ്ടതും ഒരു നിമിഷം ലതയ്ക്കും ആകെ ഉള്ളിലൊരു നോവ് തോന്നി. സ്വന്തം മകളെപ്പോലെ നോക്കി വളർത്തിയെടുത്ത കുഞ്ഞാണ്. ഒരുപക്ഷെ പിന്നിലേക്കൊന്ന് ആലോചിച്ചു നോക്കിയാൽ തൻ്റെ മകനേക്കാളേറെ താൻ സ്നേഹിച്ചതും വാത്സല്യം കൊടുത്തതുമൊക്കെ അവൾക്കാണ്. ഒരു നിമിഷം കൊണ്ട് ലതയുടെ ഉള്ളം സാന്ദ്രമായി. ആമിക്കുട്ടി,
എന്ന് വിളിച്ച് പിന്നീടൊന്നും ആലോചിക്കാതെ ലതാമ്മ അവളുടെ അടുത്തേക്ക് ഓടി. അതുമാത്രം മതിയായിരുന്നു. അവൾ ഇതുവരെ പിടിച്ചു നിർത്തിയിരുന്നതും ഉള്ളിൽ ഒതുക്കിയതുമായ സങ്കടങ്ങളെല്ലാം അണപൊട്ടി ഒഴുകാൻ തുടങ്ങി. കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. ഒരേ സമയം സന്തോഷവും സങ്കടവും അവളെ പിടികൂടി. കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരിന് സന്തോഷത്തിന്റെ മധുരവും സങ്കടത്തിന്റെ കയ്പും ഉണ്ടായിരുന്നു. ഏറെ വാത്സല്യത്തോടെ ലത അവളുടെ മുഖത്തും നെറ്റിയിലും കവിളിലും എല്ലാം തുരുതുരാ ഉമ്മ കൊടുത്തു. എൻ്റെ മോള, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നോക്കി വളർത്തിയ എൻ്റെ മോളാണ്. ഇനിയും എനിക്ക് പറ്റില്ല ഇങ്ങനെയൊക്കെ. അത് പറഞ്ഞു വന്നപ്പോഴേക്കും ലതയും കരഞ്ഞുപോയി. കുറച്ചു സമയം എല്ലാവരും നിശബ്ദമായി. എന്തിനാ ഇങ്ങനെയൊക്കെ കാണിച്ചത്? അങ്ങനെ ഓരോന്നൊക്കെ ചോദിച്ച് ലതാമ്മ അവളുടെ തലയിലും കയ്യിലും മുഖത്തുമൊക്കെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. ആമി ഒന്നും പറയാനാവാത്തതുപോലെ ഏങ്ങി ഏങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മതി മതി എൻ്റെ മോള് കരഞ്ഞത്. ലതാമ്മ അവളുടെ കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങിയ അവളുടെ കണ്ണുനീരെല്ലാം തുടച്ചു കൊടുത്തു. ദാ, ഇവൻ ഇങ്ങനെയൊക്കെ പറയും, പക്ഷേ നിന്നെക്കുറിച്ച് ഇവൻ പറയാത്ത ഒരു ദിവസം പോലും ഇല്ല. സംശയമുണ്ടെങ്കിൽ ശ്രുതിമോളോട് ചോദിച്ചു നോക്ക്. ഋഷിയെ നോക്കി ലതാമ്മ പറഞ്ഞതും നിമിഷ നേരം കൊണ്ട് ഗൗരവത്തോടെ ഇരുന്ന ഋഷി ആകെയൊന്ന് ചമ്മി. എങ്കിലും അത് മുഖത്ത് പ്രകടമാക്കാതെ ഗൗരവം നടിച്ചു തന്നെ ഇരുന്നു. ആമി ഋഷിയെയും ഒന്ന് നോക്കി. അവൻ അവിടെ ഇരുന്ന് രണ്ടുപേരെയും നോക്കുന്നുണ്ട്. ഋഷിയുടെ ഭാര്യ അവരുടെ അടുത്തേക്ക് നടന്നു വന്നു. ഋഷിയേട്ടനും അമ്മയും ഒക്കെ ആമിയെക്കുറിച്ച് പറയാറുണ്ട്. അമ്മയ്ക്കും ആ ഗൗരവം പിടിച്ചിരിക്കുന്ന ഋഷിയേട്ടനും ഒക്കെ ആമിയോട് ഒരു ദേഷ്യവും ഇല്ല. മറിച്ച് ഇവരെയൊക്കെ വേണ്ടെന്ന് വെച്ച് പെട്ടെന്നൊരു ദിവസം ഇറങ്ങിപ്പോയില്ലേ, അതിൻ്റെ ചെറിയൊരു പരിഭവം. അല്ലാതെ തന്നോട് ആർക്കും ഒരു ദേഷ്യവും ഇല്ല. ശ്രുതി ഋഷിയുടെ ഭാര്യയാണ്. അവൾ പറയുന്നത് കേട്ട് ആമി ലതാമ്മയെയും ഋഷിയെയും ഒന്ന് നോക്കി. ഋഷി അപ്പോഴും അവിടെ നിന്ന് അനങ്ങാതെ അവിടെ തന്നെ ഇരിക്കുകയാണ്. ആമി ലതാമ്മയിൽ നിന്നകന്ന് അവൻ്റെ അടുത്തേക്ക് നടന്നു. ഋഷിയേട്ടാ. അവൻ്റെ മുന്നിൽ വന്ന് നിന്ന് അവളൊന്ന് വിളിച്ചു. പക്ഷേ അവനത് കേൾക്കാത്തതുപോലെ ഇരുന്നു. ആമി അവനിരിക്കുന്ന സോഫയുടെ താഴെയായി മുട്ടുകുത്തി നിന്നു. എന്നെ നോക്ക് ഋഷിയേട്ടാ. അവൻ്റെ മുട്ടുകാലിൽ പിടിച്ചുകൊണ്ട് വിങ്ങുന്ന ശബ്ദത്തോടെയാണ് ആമി അവനെ വിളിച്ചത്. ഋഷി അവളെ ഒന്ന് നോക്കുക മാത്രമാണ് ചെയ്തത്. എന്നോട് ക്ഷമിക്ക് ഋഷിയേട്ടാ. ഞാൻ മനഃപൂർവ്വമല്ല. പെട്ടെന്ന് അങ്ങനെ തോന്നിയപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു പോയി. എന്നോട് ക്ഷമിക്കണം ലതാമ്മേ. അവൾ എല്ലാവരോടുമായി ക്ഷമ ചോദിച്ചു. എന്നിട്ടും ഋഷി ഒന്നും മിണ്ടാതിരിക്കുകയാണിവിടെ. ചൂരൽ കിട്ടുമോ എബി ഇവിടെ? ഋഷി അടുത്തത് ചോദിച്ചതാണ്, അതും എബിയോട്. അവൻ്റെ ആ ചോദ്യത്തിൽ തന്നെ ആമി ഒന്ന് തരിച്ചുപോയി. പെട്ടെന്ന് അവളുടെ ഉള്ളിലേക്ക് ഒരു പേടി കയറി വന്നു. കുഞ്ഞാമിക്കുണ്ടായിരുന്നത് പോലെയുള്ള അതേ പേടി. ചൂരലില്ല, ചൂലുണ്ട്. എടുക്കണോ? വേണ്ടിവരും. അനുസരണ ഇല്ലാത്തവരെയൊക്കെ തല്ലി തന്നെ അനുസരണം പഠിപ്പിക്കണം. ഋഷി ആമിയെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെങ്കിലും എബിയെ നോക്കിയാണ് അവൻ സംസാരിക്കുന്നതൊക്കെയും. ഞാനിനി നിങ്ങളെ ആരെയും വിഷമിപ്പിക്കില്ല, സത്യമായിട്ടും. ആമി എല്ലാവരെയും മാറി മാറി നോക്കി പറഞ്ഞു. അവളുടെ ആ പറച്ചിലിൽ കുഞ്ഞാമിക്കുണ്ടായിരുന്ന നിഷ്കളങ്കതയുണ്ടായിരുന്നു. ഞാനൊരു ഐഡിയ പറയാം. ഇന്നെന്തായാലും ഞാനിനി തിരികെ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഒരു കാര്യം ചെയ്യാം. നമുക്കെല്ലാവർക്കും കൂടി ഇന്ന് വടശ്ശേരിയിലുള്ള ആമിയുടെ വീട്ടിലേക്ക് പോകാം. അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന വീട്ടിലേക്ക് പോകാം. എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഒരു കരക്കടുപ്പിക്കാം. എബിയാണ് അങ്ങനെയൊരു ആശയം അന്നേരം മുന്നിലേക്ക് വെച്ചത്. കേട്ടപ്പോൾ എല്ലാവർക്കും അത് നല്ലൊരു കാര്യമാണെന്നാണ് തോന്നിയത്. പക്ഷേ എല്ലാവരും നോക്കിയത് ഋഷിയുടെ അഭിപ്രായം അറിയാനെന്നതുപോലെ അവൻ്റെ നേർക്കായിരുന്നു. അവനൊന്നും പറയാതെ നിശബ്ദമായിരിക്കുന്നത് കണ്ടതും എബി അവനെ തന്നെ ഒന്ന് നോക്കി. ഋഷി ഒന്ന് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എബി അവനെയും വിളിച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് പോകുന്നത് രണ്ടുപേരും സംസാരിക്കുന്നതുമൊക്കെ എല്ലാവരും കാണുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞ് രണ്ടുപേരും വന്ന് പോകാമെന്ന് പറഞ്ഞു. എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു. അത് പറഞ്ഞപ്പോൾ വീട്ടിൽ കുറച്ച് പണിയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഋഷിയും ലതാമ്മയും ശ്രുതിയും ഒക്കെ ആദ്യം തന്നെ ഇറങ്ങി. അവരൊക്കെ പോയി കഴിഞ്ഞതും ആമി അകത്തേക്ക് കയറി. ആമി അവരെയൊക്കെ യാത്രയാക്കി ആദ്യം തന്നെ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് എബി വന്നത്. അകത്തേക്ക് കയറി വന്നപ്പോൾ അവളോട് പറയാതെ ഇതൊക്കെ ചെയ്തതിന് എന്തായാലും അവളുടെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരും എന്ന് കരുതി തന്നെയായിരുന്നു എബി അകത്തേക്ക് കയറി വന്നത്. പക്ഷേ അകത്തേക്ക് കയറിയപ്പോൾ ആമി ചെയ്ത പ്രവൃത്തി കണ്ട് ഒരു നിമിഷം എബി പ്രതിമ കണക്ക് നിന്നുപോയി. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.